ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾക്ക് ആൽഫ ആർബ്യൂട്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. എന്താണ് ഈ ആൽഫ ആർബ്യൂട്ടിൻ? ഈ ആൽഫ ആർബ്യൂട്ടിലെ ആർബ്യൂട്ടിനെ മാത്രമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആർബ്യൂട്ടിൻ എന്ന് പറയുന്നത് ഒരു റോ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അതിനെ സിന്തസിസ് ചെയ്തിട്ടാണ് ആൽഫ ആർബ്യൂട്ടിനാക്കി മാറ്റുന്നത്. നാച്ചുറലായിട്ട് പോമഗ്രാനൈറ്റിൽ, ബ്ലൂബെറിയിൽ, മൾബെറിയിലൊക്കെയാണ് ഈ ആർബ്യൂട്ടിൻ അടങ്ങിയിട്ടുള്ളത്. ഈ ആർബ്യൂട്ടിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആൽഫ ആർബ്യൂട്ടിൻ ആക്കിയിട്ട് മാറ്റുന്നത്. ആൽഫ ആർബ്യൂട്ടിൻ പോലെ തന്നെ ബീറ്റ ആർബ്യൂട്ടിൻ ഉണ്ട്. പക്ഷേ ബീറ്റ ആർബ്യൂട്ടിനെക്കാളും 10 ടൈംസ് ബെറ്റർ ആണ് ഈ ആൽഫ ആർബ്യൂട്ടിൻ എന്ന് പറയുന്നത്. 10 ടൈംസ് ബെറ്റർ ആയതുകൊണ്ട് തന്നെ കോസ്മെറ്റിക്സിലും സ്കിൻ കെയർ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൽഫ ആർബ്യൂട്ടിനാണ് ബീറ്റ ആർബ്യൂട്ടിനേക്കാളും യൂസ് ചെയ്യുന്നത്. ഇനി ആൽഫ ആർബ്യൂട്ടിൻ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ വർക്ക് ആവുന്നത് എന്നുള്ളത് നോക്കാം. ഈ ആൽഫ ആർബ്യൂട്ടിൻ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോക്വിനോൺ ഡെറിവേറ്റീവ് ആണ്. ഈ ഹൈഡ്രോക്വിനോൺ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്രീംസിലൊക്കെ ഉണ്ടാകുന്ന ഒരു മെയിൻ കണ്ടന്റ് ആണ്. കൂടാതെ ഇത് വളരെയധികം സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രോക്വിനോൺ കണ്ടന്റ് ആയിട്ട് വരുന്ന ക്രീംസ് ഒക്കെ തന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ പലർക്കും വരുന്നൊരു ഡൗട്ടാണ് ഈ ആൽഫ ആർബ്യൂട്ടിനും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അതായത് ഈ ആൽഫ ആർബ്യൂട്ടിൽ അടങ്ങിയിട്ടുള്ള ഹൈഡ്രോക്വിനോൺ വളരെ സ്ലോ ആയിട്ടാണ് നമ്മുടെ സ്കിന്നിലേക്ക് റിലീസ് ചെയ്യുന്നത്. വളരെ സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന അത്ര തരത്തിലുള്ളൊരു ക്വാണ്ടിറ്റി റിലീസ് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആൽഫ ആർബ്യൂട്ടിന് സൈഡ് എഫക്റ്റ് കുറവാണ്. കൂടാതെ ഈ ആൽഫ ആർബ്യൂട്ടിൻ എന്ന് പറയുന്നത് ഒരു തൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. അതായത് തൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെലാനിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ആൽഫ ആർബ്യൂട്ടിൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, ഏജ് സ്പോട്ട്സ്, സൺടാൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊരിക്കലും ഒരു സ്കിന്നിനെ വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടോ സ്കിന്നിനെ ഈവൻ ടോൺ ആക്കാനൊന്നും ഹെൽപ്പ് ചെയ്യില്ല. ഇത് നിങ്ങൾ ഏകദേശം ഒരു 2 മാസം അല്ലെങ്കിൽ മാക്സിമം 3 മാസമൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ടും നിങ്ങളുടെ സ്കിന്നിൽ ഒരു ചേഞ്ചസും വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ് അർത്ഥം. ഇനി നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടെങ്കിൽ തന്നെ മാക്സിമം 3 മാസമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. 3 മാസത്തിൽ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും വല്ല മാറ്റമൊന്നും നമ്മുടെ സ്കിന്നിൽ വരില്ല. പകരം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട്. കൂടാതെ ഈ ആൽഫ ആർബ്യൂട്ടിൻ എന്ന് പറയുന്നത് ഒട്ടുമിക്ക പ്രൊഡക്ട്സിൻ്റെ കൂടെയും നമുക്ക് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കൂടാതെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കോജിക് ആസിഡ്, നയാസിനമൈഡ്, റെറ്റിനോൾ, വൈറ്റമിൻ സിൻ്റെ കൂടെയൊക്കെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ ഈ ആൽഫ ആർബ്യൂട്ടിൻ എന്ന് പറയുന്നത് നിങ്ങളൊരു 2% വരെ മാക്സിമം ആ ഒരു കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പലതരത്തിലുള്ള സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത് 2 തരമാണ്. ഇനി സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നൈറ്റ് മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. മാത്രമല്ല ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ആദ്യം പാച്ച് ടെസ്റ്റ് നടത്തി നോക്കുക. എന്നിട്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ 1 തൊട്ട് 3 മാസം വരെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുക. നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. റിസൾട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ 3 മാസം യൂസ് ചെയ്താൽ മതി. അതിൽ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ നയാസിനമൈഡ്, ഹൈഡ്രോണിക് ആസിഡ്, റെറ്റിനോൾ, വൈറ്റമിൻ സിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു മിനിമം ക്വാണ്ടിറ്റി എടുത്തിട്ട് മാത്രം യൂസ് ചെയ്യുക. കൂടുതൽ എടുത്താൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ടൈമിലൊക്കെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആൽഫ ആർബ്യൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ്.